പരൻവീതി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നാമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ. മാപ്പിളപ്പാട്ട് നല്ല കാലത്തുണ്ടായിരുന്നൊരു കാലത്തെ പാട്ടാണിത്. അന്ന് ഖബറിനെ പറ്റി മരണത്തെ പറ്റിയൊക്കെ പാടുക. ഇന്ന് അമ്മായിമ്മയും തരിവളി അപ്പും അതിലപ്പുറം ഒരു പാട്ടുമില്ല. അങ്ങനെയാണ്. ഞാൻ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോണ്ട് ഒരാഴ്ച മുമ്പ് ജനാബ് AV മുഹമ്മദ് സാഹിബ് എടരിക്കോട്ട് അങ്ങാടിയിൽ നിൽക്കുന്ന ഈ പാട്ട് പാടിയ മനുഷ്യൻ, ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുന്ന ഈ പാട്ട്, എനിക്ക് ആ മനുഷ്യനോട് ഒരൊറ്റ സ്നേഹം, ഈ ഒരൊറ്റ ഗാനം പാടിയതാ. എന്തൊരു ഗാനമാണിത്! ഇങ്ങനത്തെ ഒരു ഗാനം മാപ്പിള സാഹിത്യത്തിൽ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറയും. ഞാൻ ഉടനെ വിളിച്ചു, എന്റെ ആവേശം കൊണ്ട് AV എന്ന് വിളിച്ചു. പിന്നെ എനിക്ക് തോന്നിപ്പോയ അതപകടായോ, പ്രായം ചെന്നൊരു മനുഷ്യൻ, ഒരു നല്ല ഗായകൻ, ഞാൻ അദ്ദേഹത്തെ പേരിന്റെ ഇനീഷ്യൽ കൂട്ടി വിളിച്ചത് ഒരു അതപകടായോ എന്ന് തോന്നി. പക്ഷെ അദ്ദേഹം കേട്ടു വന്നു. ഞാൻ പറഞ്ഞു ക്ഷമിക്കണം, AV എന്ന് വിളിച്ചത് പെട്ടെന്ന് എന്റെ ആവേശം കൊണ്ട് വിളിച്ചു പോയതാണ്, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരുരങ്ങാടിക്ക് പോവാൻ എന്റെ കൂടെ വന്നു. വണ്ടി കയറി. മൈലാഞ്ചിട്ട മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജനാബ് AV മുഹമ്മദ് സാഹിബിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പാട്ടൊന്ന് പാടുമെന്ന് ചോദിച്ചു. കാറിലിരുന്നിട്ട് ഇയാളങ്ങോട്ട് പാടാൻ തുടങ്ങി. ഡ്രൈവറൊക്കെ ആകെ അന്തം വിട്ടുപോയി. പരൻവീതി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നാമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. അങ്ങനെ വേണം സാഹിത്യവും പാട്ടും ഒക്കെ. ഇന്ന് അങ്ങനല്ല. ഇന്ന് അമ്മായിമ്മ മൈലാഞ്ചി, അപ്പത്തരം, മൂതരട്ടത്, തരിവളക്കി ഇലിക്കിയത്, പൊട്ടിയത്, പൊട്ടിച്ചത്. ഓ, ഇതൊരിടങ്ങറാണ്. വേറൊന്നുമില്ല. ജീവിതം അവിടെ തന്നെ. വരിക്കച്ചക്ക തീറ്റിക്കാന്നും പറഞ്ഞ് കുപ്പിയിലാക്കിയില്ലേ, നിങ്ങൾ നമ്മളെ കുപ്പിയിലാക്കിയില്ലേ. പാട്ടായി പോയി. അവിടെ വരിക്കച്ചക്കക്ക് ചക്കാന്നും അല്ല അർത്ഥം. ചക്ക എന്നാണെങ്കിൽ സഹിക്ക, കുറച്ച് മോശപ്പെട്ട അർത്ഥാണ്, സദസ്സിൽ പറയാൻ പറ്റൂല. തെറി പാട്ടാക്കിയിട്ട് അത് വിറ്റിട്ടല്ലേ ഇവിടെ അവര് ജീവിക്കണത്. തെറി അതിനേക്കാളും നല്ലത് എരയമ്മൻ തമ്പിയാണ്. പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അശ്ലീലം എഴുതിയ ആളാണ് എരയമ്മൻ തമ്പി. പക്ഷെ തമ്പി പോലും ഇങ്ങനെ എഴുതിയിട്ടില്ല. തമ്പി ഇത്തിരി മര്യാദ ഒക്കെ പാലിച്ചിരുന്നു. തമ്പി ഇത്തിരി ഒരു മറയോടെയാണ് വാക്കുകൾ ഉപയോഗിക്കുക. ഇവർക്ക് മറല്ല. മണിയറയിൽ എന്തൊക്കെ നടക്കണോ അത് കാസറ്റ് ആക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ നിലവാരാണ് പോണത്. എല്ലാം പരസ്യമാക്കി പറയാനുള്ളതാണോ? എല്ലാം പാട്ടാക്കാൻ പറ്റുമോ? പ്രേമമാണെങ്കിലും ശൃംഗാരമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും അതിനും വേണ്ടേ ഒരു മര്യാദ. അല്ലെങ്കിൽ മനുഷ്യൻ മൃഗമായിട്ട് അതപ്പതിക്കൂലേ? മലയാള കവിതകളിൽ ശൃംഗാരം കൈകാര്യം ചെയ്തവർ പോലും അതിന് മറയോടെ കൈകാര്യം ചെയ്തപ്പോൾ അതിന് രസമുണ്ടായി. സീമന്തിനി നിൻ ചൊടികളിൽ ആരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനഖേന്തു മരീചികയിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം എന്ന് വയലാർ രാമവർമ്മ എഴുതിയ അത് ശൃംഗാരമാണ്. കാരണം രാമവർമ്മക്ക് വിവരമുണ്ട്. ഇതേതുവനെ വിവരമില്ല. മരിക്കച്ചക്ക ഈ കട്ടില് കണ്ട് പനിക്കണ്ട, അത്രേ ഉള്ളൂ വിവരം. സ്വർണം തേച്ച പല്ലും കാട്ടി ചിരിക്കണ കാക്ക, കട്ടില് കണ്ട് പനിക്കണ്ട. അമ്മായിമാടത്തേക്ക് വിരുന്നു പോയതിൽ അമ്മായിമ്മ എങ്ങനെ ഇതിൽ കഥാപാത്രമായെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. ഭാര്യ കഥാപാത്രമായെങ്കിൽ മനസ്സിലാക്കാം. ഈ അമ്മായിമാർക്ക് എന്ത് റോളാ വിവാഹത്തിലുള്ളത് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ലത്. പമ്പർനോത്തിന്റെ മോളെ ഈ ചെറുപ്പക്കാരൻ കെട്ടിയെന്നല്ലാതെ വേറെന്താണ്? പുതിയാപ്പിളയുമായി ബന്ധപ്പെട്ടതിലൊക്കെ അമ്മായിമാർക്ക് റോൾ ഉണ്ടാക്കിയത് മാപ്പിള ദുരാചാരമാണ്. ചെറുപ്പക്കാരെ അതിനെ തകർക്കുക, മാപ്പിള ദുരാചാരത്തിന്റെ കോട്ടകൾ തകർക്കുക. വിവാഹത്തിൽ അമ്മായിമ്മക്ക് സ്ഥാനമുണ്ടാക്കി കൊടുത്തത് ഇസ്ലാമല്ല. ചെറുപ്പക്കാരൊരു മോതിരമണിയിക്കൽ, പിന്നെ ഒരു മാലയിടൽ, പിന്നെ ഒന്ന് കൊണ്ടുപോകൽ, പാലുണ്ടേ കൊടുക്കൽ. ഓ, അമ്മായിമ്മക്കൽ ഇപ്പൊ രസം ഉണ്ടാവും. കാരണം ഒന്നുകൂടി ആ പഴയകാലം അയവറക്കാം. ഞാനും ഇങ്ങനെ ഒരു നാളിൽ പാലുമായി പോയതാണ്. അന്ന് കാണാനൊക്കെ ഇത്തിരി ചൊങ്കുണ്ടായി. ഇപ്പൊ വെജ വൃത്തികെട്ട ഏർപ്പാട്. അതാ പെൺകുട്ടിന്റെ കൈ കൊടുക്കണം പാല്. ഈ തള്ളക്കെന്ത് കാര്യം അതിൽ? അമ്മായിമ്മ ഉണ്ടാക്കിയ ദുരാചാരങ്ങളെ എതിർക്കണം. ഈ പാട്ട് ഓർത്തപ്പോ ഓർത്തതാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള പാട്ട് കേൾക്കാറുണ്ടോ? പരൻവീതി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നാമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ആ ഭയങ്കര വീട്ടിലെ എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, അതൊരു തഖ്വയുള്ള മനുഷ്യനെ എഴുതാൻ കഴിയുള്ളൂ. ഇത് എഴുതിയ ആള് KT മൊയ്തീൻ സാഹിബാണെന്ന എന്റെ ഓർമ്മ.
ഖബറെന്ന ഭയങ്കര വീട്ടിലെ ചേലിൽ മെത്ത വിരിച്ചു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. മെത്ത വിരിച്ചു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഓർത്തു നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്റെ സ്ഥിതി എത്ര അത്ഭുതകരമായ സ്ഥിതിയാണ്. മേലെ വരുന്നത് കല്ലാണ്. ഇലയും മൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവുകൾ അടക്കുമ്പോ ബാറിലെ ഖബറിന്റെ ഓട്ടകൾ പോലും ദ്വാരങ്ങൾ പോലും അടക്കുകയാണ്. എനിക്കത് മുഴുവൻ ഓർമ്മല്ല, ഞാൻ ചെറുപ്പത്തിലുള്ള ഓർമ്മ കൊണ്ട് പാടുക. ഏവിയെ കൊണ്ട് ഞാൻ പാടിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയാവുന്ന ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഏവി പറഞ്ഞു ആദ്യം മ്യൂസിക്കില്ലാതെ പാടൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മ്യൂസിക് വേണ്ട, ഞാൻ നിങ്ങളെ മ്യൂസിക്കിനല്ല സ്നേഹിക്കണത്, നിങ്ങളുടെ ആ കവിതയിലെ ആശയത്തെയാണ് പാടണോന്ന് പറഞ്ഞു. അപ്പൊ ലഹരിയായിപ്പോയി. ഇതൊരു ലഹരിയാണ്, ആ ഒരു ഉജ്ജ്വലമായ ലഹരി. അപ്പോൾ ആ ഡ്രൈവർ ആകെ ഞെട്ടം തിരിഞ്ഞത് ഈ മനുഷ്യർ ഇരുന്നിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങിയപ്പോ. മനോഹരമായ ഗാനം, മനോഹരമായ സ്വരം, അത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന അത്ഭുതം. കനമേറും കല്ലും മണ്ണും ചേർത്ത് ആ ഖബറിനെ ഒന്ന് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. മറമാടും ഖബർ ബഹുജോറിലേ, മറമാടും ഖബർ ബഹുജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരൊക്കെ കരളും പൊട്ടിക്കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ താണി എനിക്കാരെന്ന്, ഉലകത്തിൽ താണി എനിക്കാരെന്ന്. പെണ്ണ് പറയുകയാണ് ഇനി എനിക്കാരാണ് തണി. പെണ്ണിൻ്റെത് മാത്രം കവി കണ്ടെത്തി, അത് കണ്ടെത്തണം. ഒരാള് മരിച്ചാൽ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ആള് പെണ്ണല്ലേ. ഈ മനുഷ്യൻ പോയാൽ ഇനി അയാളോട് പറയേണ്ടത് ഇവൻ ആരോടാ പറയാ? ഈ പെൺകുട്ടിനെ ആരോട് പറയും? ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരൊക്കെ കരളും പൊട്ടിക്കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ താണി എനിക്കാരെന്ന്, ഉലകത്തിൽ താണി എനിക്കാരെന്ന്. മാപ്പിളപ്പാട്ട് സാഹിത്യത്തിന്റെ മേൽ അണിയിക്കപ്പെട്ട രത്നമാലയാണ് ഈ കവിത എന്ന് ഈ വിനീതൻ അഭിപ്രായപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടതാണ് മരണത്തിന്റെ സ്ഥിതി. പള്ളിക്കാട്, അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കണം, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കണം. റമദാൻ